ഏവർക്കും ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഗ്രഹത്തിൽ നിന്നും നമ്മൾ മറ്റുള്ളവർക്ക് ദാനമായിട്ട് കൊടുക്കാൻ പാടില്ലാത്ത വസ്തുക്കളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ സാമ്പത്തികത്തെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ ഗ്രഹത്തിൻ്റെ ഐശ്വര്യത്തിനൊക്കെ കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് വസ്തുക്കളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇരുമ്പ് കൊണ്ടുള്ള ആയുധം നമ്മൾ ഒരിക്കലും മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഇനി അഥവാ നമ്മൾക്കത് കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ അയൽവക്കത്തെ വീടുകളിലൊക്കെ ഉള്ളവർ ചിലപ്പോൾ കത്തിയോ തൂമ്പയൊക്കെ ചോദിച്ച് നമ്മുടെ അടുക്കിലേക്ക് വരും. അപ്പോൾ നമ്മളത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്ധ്യ കഴിഞ്ഞാൽ നമ്മൾ അത് കൊടുക്കാൻ പാടില്ല. ഇനി അഥവാ അവർ നല്ലൊരു സമയത്ത് വന്ന് ചോദിച്ചു, രാവിലെ തന്നെ വന്ന് ചോദിച്ചു, അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരിക്കലും അവരുടെ കൈ മാറാൻ പാടില്ല. നമ്മൾ ആ ആയുധം ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മളത് നിലത്തെടുത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അവരുടെ കയ്യിലേക്ക് നമ്മൾ ആയുധം കൊടുക്കാൻ പാടില്ല. അതായത് നമ്മുടെ ഈ ആയുധങ്ങളൊക്കെ കൊല്ലന്മാരെന്ന് പറയും. നമ്മുടെ ആയുധങ്ങളൊക്കെ കാച്ചിയെടുക്കുന്ന കൊല്ലന്മാർ, അവരൊരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കത്തി നമ്മൾ കൊണ്ടു കൊടുത്താൽ അവർ മേടിക്കില്ല. അവരവിടെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോലും അത് നിലത്തേക്ക് ഇടാനാണ് അവർ പറയുക. അപ്പോൾ ഇത് നമ്മുടെ ഒരു വളരെ വലിയൊരു കഷ്ടങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുമെന്നാണ് വിശ്വാസം. അതിനാൽ ഈ ഒരു കാര്യം നിങ്ങളാരും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പണം, മറ്റൊന്ന് ഒരു പ്രധാനപ്പെട്ട വസ്തുവാണ് പണം എന്ന് പറയുന്നത്. അത് നമ്മുടെ അടുത്ത് വന്ന ആളുകൾ ചോദിക്കുമ്പോൾ, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒന്നെങ്കിൽ നമ്മുടെ സമ്പാദ്യ മാസത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള സാലറി ആയിരിക്കാം, അതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു വിറ്റ് കിട്ടിയതോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു നമ്മുടെ നാണ്യവിളകളോ അല്ലെങ്കിൽ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ വിറ്റ് കിട്ടിയ പൈസ നമ്മൾ അതുപോലെ എടുത്ത് ലോൺ അടവോ അല്ലെങ്കിൽ ആരെങ്കിലും കടമായിട്ട് ചോദിക്കുമ്പോഴോ കൃത്യമായ അതേപോലെ ആ പൈസ നമ്മൾ അതെടുത്ത് കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് 5000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുള്ള ആ ഒരു സമ്പാദ്യത്തിൽ നിന്ന് നമ്മൾ അതേപടി എടുത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ ആ പൈസയിൽ നിന്ന് കുറച്ച് വിനിയോഗിച്ച ശേഷം അതൊന്ന് ചേഞ്ച് ആക്കിയിട്ടോ അല്ലെങ്കിൽ അത് നമ്മൾ ഒന്ന് ഉപയോഗിച്ച ശേഷം, ഇപ്പോൾ ഒരു സാലറി ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ പൈസ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് നമ്മൾ കുടുംബത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ആദ്യം നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക. രണ്ടാമത് നമ്മുടെ ഒരു ക്ഷേത്രത്തിലേക്ക്, നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഇഷ്ടമൂർത്തിക്ക് നൽകാനായിട്ട് നമ്മൾ പണം സൂക്ഷിക്കുന്ന, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പിലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഏത് സ്ഥാനത്താണ് പണം സൂക്ഷിക്കേണ്ടതെന്ന്. അവിടെ നമ്മളൊരു ബോക്സിലാക്കിയിട്ട് ഒരു രൂപ കോയിനാണെങ്കിൽ നമ്മൾ ദൈവത്തിനായിട്ട് മാറ്റി നമ്മൾ വെക്കണം. അതിന് ശേഷം മാത്രമേ നമ്മുടെ കുടുംബത്തിലോട്ടും അല്ലെങ്കിൽ പുറത്തോട്ടും ഈ ഒരു പണത്തെ നമ്മൾ വിനിയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ഒരടിത്തറയെ മെച്ചപ്പെടുത്തുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളിലൊന്നാണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കടുക്, അതുപോലെ തന്നെ എള്ള്. ഈ മൂന്നും നമ്മുടെ ഹൈന്ദവ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പൂജകളിലൊക്കെ ഉൾപ്പെടുത്തുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളാണ്. കടുകെന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉള്ളതും അതുപോലെ തന്നെ ശത്രുദോഷം, ദൃഷ്ടിദോഷം ഇവയ്ക്കൊക്കെ നമ്മൾ ഒഴിഞ്ഞ് പൊട്ടിക്കുന്നതുമായിട്ടുള്ളൊരു വസ്തുവാണ്. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് കൊടുത്താൽ നമ്മളിലേക്ക് ശത്രുദോഷം, ദൃഷ്ടിദോഷങ്ങളൊക്കെ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഒരു വസ്തു നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ എള്ള് നമ്മൾ പിതൃദോഷത്തിന് നമ്മൾ പൂജയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അത് നമ്മൾ കൊടുക്കുന്നതും പിതൃദോഷം നമ്മൾ സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ മഞ്ഞൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നാഗദൈവങ്ങളെയൊക്കെ പൂജിക്കുന്ന ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുള്ളൊരു
സാധനമാണ് മഞ്ഞൾ. അപ്പോൾ ആ ഒരു വസ്തു നമ്മൾ നമ്മുടെ ഗ്രഹത്തിൽ നമ്മൾ ഉപയോഗിക്കാനായി വെച്ചിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് നമ്മൾ ദാനമായിട്ട് കൊടുക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചെടികളുമുണ്ട്. ഈ വസ്തുക്കൾ ലഭിക്കുന്ന ചെടികളും നമ്മുടെ വീട്ടിൽ മഞ്ഞൾ ചെടിയോ അല്ലെങ്കിൽ കറിവേപ്പില, അതുപോലെ തന്നെ വെറ്റില, നെല്ലി, ഇവയിലെല്ലാം മഹാലക്ഷ്മിയുടെ ദിവ്യമായിട്ടുള്ള അനുഗ്രഹമുള്ള വൃക്ഷങ്ങളാണ്. അപ്പോൾ ഈ വസ്തുക്കൾ നമ്മുടെ പുരയിടത്തിൽ നിന്നും നമ്മൾ പിഴുത് നമ്മുടെ മണ്ണിൽ നിന്നും നമ്മുടെ ഭൂമിയിൽ നിന്നും നമ്മൾ പിഴുത് മറ്റൊരാൾക്ക് നൽകാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു വെറ്റില കൊടിയാണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ചോടിയിൽ നിന്ന് അതിൻ്റെ വിത്തെടുത്ത് മറ്റൊരാൾക്ക് ദാനമായി നൽകാൻ പാടില്ല എന്നുള്ളതാണ്. ഒന്നെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് കൃത്യമായി പണം സ്വീകരിച്ചിട്ടോ, അതും അല്ലെങ്കിൽ അവർ ചോദിക്കുകയാണ് അതിൻ്റെ അകത്ത് 1-2 ഇലയായിട്ട് മാത്രം നമ്മൾ കൊടുക്കുകയും അതിൽ നിന്ന് നമ്മൾ പണം മേടിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് ധനാഗമം ഉണ്ടാകുകയുള്ളൂ. കാരണം മഹാലക്ഷ്മിയായിട്ട് വളരെ വാസ്തു സംബന്ധമായിട്ടുള്ള ചെടികളുടെ രീതിയിൽ നോക്കുമ്പോഴും മഹാലക്ഷ്മിയായിട്ട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ചെടികളാണ്. അപ്പോൾ ആ രീതിക്ക് മാത്രമേ നമ്മളത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മഞ്ഞൾ ചെടി ആയാലും നമ്മൾ ഒരു കാരണവശാലും പിഴുത് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഇടവരുത്തരുത്. നമ്മൾ എന്തെങ്കിലും കാരണങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കുക. പിന്നീട് അത് വിത്താകുന്ന സമയത്ത് നമുക്കത് വിത്താക്കിയതിന് ശേഷം നമുക്ക് പണം മേടിച്ചിട്ട് അവർക്കത് നൽകാവുന്നതാണ്. ഒരിക്കലും നമ്മുടെ മണ്ണിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മഞ്ഞൾ ചെടി പറിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലകൾ അവർ പറിക്കുന്നതുകൊണ്ട് നമുക്ക് തെറ്റില്ല. പക്ഷേ അത് മണ്ണിൽ നിന്ന് പിഴുത് കൊടുക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ വിത്തുകൾ. അപ്പോൾ ആ ഒരു കാര്യം. അപ്പം നമ്മൾ ഈ കറിവേപ്പിലൊക്കെ നടുമ്പോൾ നമ്മുടെ വീടിൻ്റെ പിറക് സൈഡിലോട്ടാണ് നടേണ്ടത്, കുറച്ച് മാറിയിട്ട്. അപ്പോൾ നമ്മൾ മുൻഭാഗത്തൊക്കെ ഇവയൊക്കെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ വന്ന് കയറി പറിക്കുന്നതും അതുപോലെയുള്ള അവർ നിരന്തരം ചോദിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഒരു വിത്തുകൾ നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് പിഴുത് നമ്മൾ വെറുതെ കൊടുക്കുന്നത് നമുക്ക് ശോഭനമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ വാസ്തു സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഉപയോഗിക്കുന്ന നിലവിളക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നിത്യമായിട്ട് ഉപയോഗിക്കുന്ന നിലവിളക്ക് ഇപ്പം നമ്മുടെ സഹോദരനായാലും സഹോദരിയായാലും നമ്മൾ തൊട്ടടുത്താണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു വിവാഹമോ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളുടെ അടുത്തൊരു വിവാഹമോ അല്ലെങ്കിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങളൊക്കെ വരുമ്പോൾ, മരണകർമ്മങ്ങൾക്ക് വരെ നിലവിളക്ക് ഉപയോഗിക്കലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിലവിളക്ക് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മൾ നിത്യം വെച്ചാരാധിക്കുന്ന ആ നിലവിളക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐശ്വര്യം പരിപൂർണമായിട്ടും ലക്ഷ്മി സാന്നിധ്യം അതോടൊപ്പം പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു തെറ്റ് ആരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത നിലവിളക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. എങ്കിലും പരമാവധി നമ്മുടെ ഗ്രഹത്തിൽ നിന്നും നിലവിളക്ക് എന്ന് പറഞ്ഞൊരു വസ്തു ആർക്കും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നൽകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഹൃദ്യമായിട്ടുള്ള നന്ദി.